90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വച്ചാൽ ഈ കേസിൽ ഒരു ചുക്കും സംഭവിക്കില്ല. മുഴുവൻ പ്രതികളെയും ശിക്ഷിപ്പിക്കും. അതിന്റെ ഉത്തരവാദിത്വം ഈ കോടതിക്കുണ്ട്. അതിനു പറ്റിയ മോണിറ്ററിംഗ് ആണ് ഞങ്ങൾ നടത്തുന്നത്. മറ്റൊരു സ്വാധീനത്തിലും അന്വേഷണ ഏജൻസി അംഗങ്ങൾ വഴിപ്പെടാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞ് കൃത്യമായിട്ടുള്ള വിധി കോടതിയിൽ നിന്നുള്ള അഭിപ്രായം വന്നിരിക്കുന്നു. ആ സമയത്താണ് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് നീതി നടപ്പായാൽ പോരാ, അത് പൊതുസമൂഹം അംഗീകരിക്കണം. അതായത് ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല, ഞങ്ങൾ ജനങ്ങൾക്ക് അത് തോന്നണം. കോടതിയുടെ നിരീക്ഷണം അവിടെ ഇരിക്കട്ടെ. SIT തെറ്റാണ്, SIT അംഗീകരിക്കുന്ന CPM മാത്രമാണ്. എന്നിട്ട് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എതിർക്കുന്ന പക്ഷത്തിന്റെ നേതാവല്ല. സത്യം സത്യമായി കാണണം, വസ്തുത വസ്തുതാപരമായി കാണണം. ആ പ്രതിപക്ഷ നേതാവിന് എന്ത് തോന്നിവാസവും പറയാം, എന്തും പിറ്റേ ദിവസം മാറ്റി പറയാം. പക്ഷേ പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ച അയ്യോ ഞങ്ങൾ ഇത് അനുവദിക്കില്ല. അല്ല, ഇപ്പൊ ഇവിടെ അരുൺകുമാർ പറയുന്ന കാര്യങ്ങളിലൊന്നും അദ്ദേഹത്തിന് സ്ഥിരതയില്ല. ഇപ്പം അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യം, ഈ ഞാനൊരു ഉദ്ധരണി ഉന്നയിക്കുകയുണ്ടായി, നീതി നടപ്പിലായാൽ മാത്രം പോരാ, അത് നടപ്പിലായി എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണെന്ന് അദ്ദേഹം ക്രിമിനൽ കേസുകൾ ബാധകമല്ലെന്ന് പറഞ്ഞു. ക്രിമിനൽ കേസുകളിലാണ് അത് ഏറ്റവും ബാധകമായിട്ടുള്ളത്. അദ്ദേഹം അഡ്വക്കേറ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന് അതറിയില്ലേ? അതല്ല ഉദ്ദേശം. ഈ പ്രതിപക്ഷ നേതാവിനെതിരെ വ്യക്തിപരമായിട്ട് ഇങ്ങനെ ആക്ഷേപിച്ചുള്ള കാര്യമില്ല. ഈ ഞാൻ എന്ന ഭാവം കേരളത്തിൽ ഏത് നേതാവിനാ ഉള്ളതെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. സ്വന്തം അണികളെ കൊണ്ട് തന്റെ പേര് പറയിപ്പിച്ച് തിരുവാതിരക്കളി കളിപ്പിക്കുന്ന നേതാവാരാണ്. തനിക്ക് ഇരട്ടച്ചം കൊണ്ടെന്ന് നാടുകൊണ്ട് പ്രചരിപ്പിക്കുന്നത്, വലിയ സന്തോഷത്തോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന, തന്നെ പ്രശംസിക്കുന്നത് ഉൾപ്പുളകത്തോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന നേതാവാരാണ്, അതിൽ അഭിനയിക്കുന്ന നേതാവാരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. കാരണഭൂതൻ ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അല്ലോ, ഇതെല്ലാം കേരള ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് താൻ സ്വയം അഹങ്കരിക്കുകയും സ്വയം തന്നെ ആരെങ്കിലും പുകഴ്ത്തി കഴിഞ്ഞാൽ അതിൽ വലിയ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു നേതാവെ കേരളത്തിൽ, ആ നേതാവിന്റെ പേര് പിണറായി വിജയൻ എന്നാണ്. ശരി, ഇനി മറുപടിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.